മൂകാംബിക അമ്മയുടെ വിശേഷങ്ങളും രഹസ്യങ്ങളും എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പകുതി വെച്ച് നിന്നു പോയല്ലോ. കേരളത്തിലേക്ക് വരുന്ന അമ്മ കൊല്ലൂർ വെച്ച് നിന്നു എന്നതാണ്. അപ്പോൾ ഒരു മലയാളി പോലും, അതാണ് അവിടുത്തെ ഏറ്റവും വലിയ രഹസ്യം, ഒരു ദിവസം ഒരു മലയാളി ഇല്ലാത്ത ദിവസമില്ലാണ്. മൂകാംബിക അമ്മയെ നമ്മൾ എങ്ങനെ വിളിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ മൂകാംബിക അമ്മ പ്രസാദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? പലരും ചെയ്യുന്ന വിഡിത്തരാണ്. പിന്നെ അമ്മേൻ്റെ മുന്നിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക എനർജിയാണ്. ഒരു പറഞ്ഞെന്ത് വിശേഷിപ്പിക്കാൻ പറ്റില്ല, അത്ര എനർജറ്റിക് പവറുള്ള കഷായ. അത് അമ്മയ്ക്ക് പൂജിച്ചാണ് തരുന്നത്. പക്ഷെ എല്ലാവർക്കും അറിയില്ല കേട്ടോ. അറിയില്ല. കഷായം മൂകാംബിക സാറേ നമ്മൾ പറയുമ്പോൾ തന്നെ വളരെ എന്താ പറയുക, ഏറ്റവും സന്തോഷവും നമ്മുടെ എന്തും തുറന്നു പറയാനും എന്നാൽ വിളിച്ചാൽ മാത്രം എത്താൻ പറ്റുന്ന ഒരു സ്ഥലവുമാണ് മൂകാംബിക എന്ന് പറയുന്നത്. മൂകാംബിക അമ്മയുടെ വിശേഷങ്ങളും രഹസ്യങ്ങളും എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ മൂകാംബിക അമ്മയെ നമ്മൾ എങ്ങനെ വിളിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ മൂകാംബിക അമ്മ പ്രസാദിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഒന്ന് പറയാമോ? അതായത് അമ്മയുടെ പ്രത്യേകത ഇപ്പോൾ സാറ് തന്നെ പറഞ്ഞു. സാറിൻ്റെ ഈ വാക്കുകളിലുണ്ട് അമ്മേൻ്റെ പ്രാധാന്യം. അതെ. അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ കേരളത്തിലെ മലയാളികളാണ് അവിടുത്തെ ഏറ്റവും അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാർ. കാരണം എന്ന് വെച്ചാൽ പകുതി വെച്ച് നിന്നു പോയല്ലോ. കേരളത്തിലേക്ക് വരുന്ന അമ്മ കൊല്ലൂർ വെച്ച് നിന്നു എന്നതാണ്. അപ്പോൾ ഒരു മലയാളി പോലും, അതാണ് അവിടുത്തെ ഏറ്റവും വലിയ രഹസ്യം, ഒരു ദിവസം ഒരു മലയാളി ഇല്ലാത്ത ദിവസമില്ലാണ്. ഇപ്പം ശബരിമലയിൽ ഉണ്ടല്ലോ ഒരു സിസ്റ്റം. അതായത് ഭഗവാൻ പറയുന്നുണ്ട്, ഈ എന്നെങ്കിലും, അതായത് നമ്മൾ കന്യാസ്വാമിമാർ ഇല്ലാത്ത ഒരു ദിവസം വരികയാണെങ്കിൽ ഭഗവാന്റെ ആ നിഷ്ഠ പോകുന്നതാണ് പറയുക. അവിടെ ബ്രഹ്മചര്യം നഷ്ടപ്പെടുന്നു. പക്ഷേ അങ്ങനെ ഒരു കാലം ഇല്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ മാതിരി മൂകാംബികയിലെ പ്രത്യേകത എന്താ വെച്ചാൽ, ഏറ്റവും ഒരു അത്ഭുതം എന്താ വെച്ചാൽ, എന്നെങ്കിലും ഒരു മലയാളി അവിടെ ഉണ്ടാവും. കാരണം മലയാളി ഇല്ലാത്തൊരു ദിവസം സങ്കല്പിക്കാൻ പോലും പറ്റില്ല. പിന്നെ അവിടുത്തെ പ്രത്യേകത എന്താ വെച്ചാൽ, നല്ല നോൽമ്പും പ്രാർത്ഥനയും ഉണ്ടായി നമ്മൾ അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ അമ്മ വിളിക്കുള്ളൂ. അവിടെ നമ്മളൊരു സപ്പോസ് അവിടെ പോയിട്ട് ഒന്ന് കണ്ടുപോരാ, അല്ലെങ്കിൽ നമ്മളൊരു ടൂറ് എന്ന് ഉദ്ദേശിച്ചേ പാടില്ല. അത്ര എനർജി പവറാണ് അവിടെ. അതെ. അപ്പോൾ അവിടുത്തെ ഒരു നമ്മൾ അനുഗ്രഹം കിട്ടണമെങ്കിലുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഒരു രീതിയുണ്ട്. അതായത് നമ്മൾ ആ ഉപദേവത ഉണ്ട്, പുറത്ത് കുറേ ഉപദേവത ഉണ്ട്. ഈ ഉപദേവതയിലെടുത്തൊക്കെ നമ്മൾ പോയിട്ടാണ് ആദ്യം നമ്മൾ അനുവാദം വാങ്ങണം. അതാണ് ആദ്യത്തെ രീതി. എന്നതിന് ശേഷം ഉള്ളിലേക്ക് കിടക്കുള്ളൂ. പലർക്കും അറിയാത്ത ഏറ്റവും വലിയൊരു വിഷയം എന്താ വെച്ചാൽ, നേരെ ഡയറക്റ്റ് അവിടെ വരിക്കും. എന്നിട്ട് വരുമ്പം ഒരു പേരിന് ഉപദേവതേനെ തുറക്കും. ഈ ഉപദേവതേനെ അവിടെ പേരിന് വെച്ചതല്ല. ഉപദേവത എന്ന് പറഞ്ഞാൽ ഈ അമ്മയുടെ കാവൽക്കാരാണ്. ഈ കാവൽക്കാരോട് പറഞ്ഞതിന് ശേഷമേ കയറാൻ പാടുള്ളൂ. കാരണം അമ്മ അവർ നോട്ട് ചെയ്യും. പുറത്തുനിന്ന് അനുവാദം വാങ്ങി, നമ്മളിപ്പോൾ സാറിന് അറിയാലോ, നമ്മളിപ്പോൾ ഒരു കോടതിയിൽ പോയാലോ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ പോയാലോ ഒരു റെക്കമെൻഡ് ശുപാർശ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിനുണ്ട് ശുപാർശ. കാരണം ഈ ഉപദേവതേൻ്റെ പ്രത്യേകിച്ച് ഇവരെടുത്ത് പോയി സങ്കല്പിച്ച് അവർക്കൊക്കെ പ്രാർത്ഥിച്ച് നമ്മൾ അവരോട് കാര്യങ്ങൾ പറയുമ്പോൾ എന്തായി, ഉള്ളിൽ കയറുമ്പോൾ ഒരു പ്രത്യേക വിലയും മതിപ്പ് നമുക്ക് കിട്ടും. അപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇതൊരു അറിവില്ലായ്മയാണ്. അവരെന്താ വെച്ചാൽ മൂകാംബിയമ്മ ഞങ്ങൾക്കത് കണ്ടാൽ മതി, അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. കാരണം ക്ഷേത്ര നിയമപ്രകാരം തന്നെ അങ്ങനെയാണ്, ഉപദേവതേനെ കണ്ടിട്ടേ ഉള്ളിൽ കയറാൻ പാടുള്ളൂ. അതൊരു വിഷയം. രണ്ടാമത്തത്, നമ്മൾ വിദ്യയ്ക്ക് ഏറ്റവും നല്ല പ്രാധാന്യമുള്ള കുട്ടികൾക്ക് അവിടെ സരസ്വതി മണ്ഡപത്തിലിരുന്നിട്ട് എഴുത്തിലിരുത്തപ്പോൾ പാടുന്ന കുട്ടികൾക്ക് പാടാം. അങ്ങനെ പല രീതിയിലുണ്ട് അവിടെ. അമ്മയ്ക്ക് ഭയങ്കര പ്രോത്സാഹനം, കലാകാരന്മാർക്ക് ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. മൂന്നാമത്, നമുക്ക് ഒരു ജാതി മതം എന്നുള്ള രീതിയിലല്ലാതെ അവിടെ ഏത് മതസ്ഥർക്കും എന്ത് വഴിപാടും അവിടെ ഉള്ളവർക്ക് ചെയ്തു കൊടുക്കും. അങ്ങനത്തെ ഒരു പ്രത്യേകത കൂടിയുണ്ട് അമ്മേൻ്റെ മുന്നിൽ. പിന്നെ അമ്മേൻ്റെ മുന്നിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക എനർജിയാണ്. ഒരു പറഞ്ഞെന്ത് വിശേഷിപ്പിക്കാൻ പറ്റില്ല നമ്മളെ എനർജി. പിന്നെ വേറൊരു വിഷയം എന്താ വെച്ചാൽ, 3 നേരം അമ്മയെ തൊഴുകണം എന്നാണ് അതിൻ്റെ നിയമം. അപ്പോഴേ നമുക്കൊരു സാക്ഷാത്കാരം, അതായത് പൂർണ്ണമായിട്ട് കിട്ടുള്ളൂ. അമ്മേൻ്റെ പ്രസാദവും കഴിക്കുകയും വേണം. അത് വളരെ ഇതാണ്. പിന്നെ രാത്രി 9 മണിക്കൊരു കഷായം ഉണ്ട് സാറേ. ആ കഷായം നമ്മളത് വാങ്ങിച്ച് കഴിച്ചാൽ വയറ്റിൻ്റെ ഉള്ളിൽ എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ദോഷങ്ങളും മാറും. അത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അത്ര എനർജറ്റിക് പവറുള്ള കഷായ.
അത് അമ്മയ്ക്കത് പൂജിച്ചിട്ടാണ് തരുന്നത്. പക്ഷെ അതെല്ലാവർക്കും അറിയില്ല കേട്ടോ. അറിയില്ല. കഷായം. പിന്നെ ഈ ത്രിമുദ്രം എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ട് അവിടെ ദേവതയ്ക്ക് നമ്മൾ ഷീട്ടാക്കും. അത് ഒരു 21 ദിവസം നമ്മൾ ഷീട്ടാക്കിയ കുട്ടികളെ പേര് ഷീട്ടാക്കിയ വിദ്യയ്ക്ക് വളരെ ഗുണം. 21 ദിവസം അവിടെ ഷീട്ടാക്കുക. പിന്നെ മറ്റൊരു വിഷയം എന്താ പറയുക, നമ്മൾ പൂർവ്വജന്മാന്തരമായ ദുരിതങ്ങൾ പാപങ്ങളെല്ലാം ഉണ്ടെങ്കിലും ആ അമ്മേൻ്റെ നടക്കലിരുത്തിട്ട് അവിടുത്തെ പൂജാരികൾ പ്രാർത്ഥിച്ചിട്ട് അരിയും പൊടിക്കും. അവല്ലേ അതായത് അമ്മേൻ്റെ മുന്നിൽ ഇരുത്തിയിട്ട് അവർ നമുക്ക് അരിയും പൂ തന്നിട്ട് നമ്മളെ കൊണ്ട് നേരിട്ട് ഡയറക്റ്റ് പ്രാർത്ഥന, അതായത് നമ്മളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുകയാണ്. അവിടുത്തെ ഒരു പ്രത്യേക ശിഷ്ടത. നമ്മളെ കേരളത്തിലെ സമ്പ്രദായം എന്താ അറിയോ, നമ്മളൊരു ഷീട്ടാക്കി ഒരു ഭാഗ്യസൂക്തായാലും എന്തായാലും നമ്മൾ ഷീട്ടാക്കി തിരുമേനിക്ക് കൊടുക്കും. തിരുമേനി അത് പറയാണ്. അപ്പോൾ ഒരു ഇടനിലക്കാരെന്നുള്ള രീതിയിൽ വന്നു. ഇതല്ല, നമുക്ക് എന്ത് വിഷമമുണ്ട് എന്ത് പ്രയാസം ഉണ്ടെങ്കിലും അവരോട് പറഞ്ഞാൽ അവർ നേരിട്ട് ദേവീനോട് പ്രാർത്ഥിപ്പിക്കും. എന്നിട്ട് അവർ നമ്മളെ കൊണ്ട് ചെല്ലിപ്പിക്കുകയാണ്. നമ്മളെ ജന്മജന്മാന്തര ദുരിതങ്ങൾ തീരാനുള്ള പ്രാർത്ഥന അവർ ചെല്ലിപ്പിക്കും. അതാണ്. അത് ചെയ്താൽ തന്നെ നമ്മളെ ശരീരത്തിൽ എന്തോ ഒന്ന് ഒഴിഞ്ഞു പോയ മാതിരിയാണ്. അതാ ഞാൻ കണ്ടതിൽ വെച്ച് അവിടെ മാത്രമേ ഉള്ളൂ ഈ ഒരു സംഗതി ഉള്ളൂ. ഒരു പ്രത്യേക സംഭവമാണ്. അതെ. ഈ 3 നേരം പ്രാർത്ഥന എന്ന് പറയുന്നത്, 3 നേരം തൊഴണമെന്ന് പറയുന്നത് എങ്ങനെയാണ്? 3 നേരം എന്ന് പറഞ്ഞാൽ അവിടെ 3 നേരമാണ് ദേവത. അതായത് ഒരു ദേവിയാണെങ്കിൽ 3 ദേവതാസങ്കല്പമാണ്. രാവിലെ സരസ്വതി, ഉച്ചയ്ക്ക് ഭദ്രകാളി, വൈകുന്നേരം ദുർഗ. ഈ ഉച്ചയ്ക്ക് മഹാലക്ഷ്മിയും കൂടി ഉണ്ട്. 2 പേരും കൂടിയാണ് അവിടെ സാന്നിധ്യം വരുന്നത്. ഈ 3 നേരമാണ് അവിടെ പൂജ എന്ന് പറയുന്നത്. 3 ദേവതയ്ക്കാണ് അവിടെ. ചോറ്റാനിക്കര സിസ്റ്റം തന്നെയാണ് അവിടെ. പക്ഷേ ഈ ദേവീൻ്റെ പ്രത്യേകത വെച്ചാൽ 3 പൂജയിൽ പങ്കെടുത്തല്ല 3, അതായത് ത്രിപുരസുന്ദരി എന്നുള്ള അർത്ഥം വരുന്ന രീതിയിൽ 3 നേരം നമ്മൾ പൂജയിൽ പങ്കെടുത്താൽ നമുക്ക് പൂർത്തിയാവുള്ളൂ. ഇപ്പം നമ്മൾ രാവിലെ ഒന്ന് തൊഴുതു പോന്നാൽ സരസ്വതീൻ്റെ അനുഗ്രഹം മാത്രമേ കിട്ടുള്ളൂ. ഉച്ചയ്ക്കുള്ളത് കിട്ടൂല. ഉച്ചയ്ക്ക് 12 മണിക്ക് 11 മണിക്ക് ഒരു അടിപൊളി പൂജ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അലങ്കാര പൂജ എന്ന് പറയും. ആ പൂജയിൽ നമ്മൾ പങ്കെടുത്ത് അതിൻ്റെ ഒരു ഗുണം കിട്ടും. എന്നാൽ വൈകുന്നേരം അതിഗംഭീര പൂജ, ദീപാരാധന പൂജ ഉണ്ട്, അതിലും പങ്കെടുക്കും. അതാണ് 3 നേരം പൂജ. അപ്പം നമ്മൾ രാവിലെ അതിരാവിലെ എത്തി അന്ന് അവിടെ നിൽക്കണം. ധൃതി പാടില്ല. ഒരു ദിവസം അവിടെ നിൽക്കണം. അതാണ് അവിടുത്തെ പ്രത്യേകത. എന്തായാലും അതൊരു വളരെ വലുതാണ്. കാരണം സാധാരണ രീതിയിൽ മൂകാംബികയെ പറ്റി എല്ലാവർക്കും വളരെ പവർഫുള്ളായിട്ടുള്ള അറിവാണെങ്കിലും അത്രയും വിശ്വസിക്കുകയാണെങ്കിൽ തന്നെയും മൂകാംബികയിൽ ഓടിപ്പോകുന്നു, തൊഴുന്നു, തിരിച്ചു പോരും. അതാണ് പലരും ചെയ്യുന്ന വിഡിത്തരാണ്. എന്താ വിഷയം വെച്ചാൽ ഇപ്പോൾ മൂകാംബിക്ക് പോവുകയാണെങ്കിൽ ഉടുപ്പി പോകും, പിന്നെ ഗോകർണ, അതിൻ്റെ അടുത്തുള്ള പല സ്ഥലത്തും ധർമ്മസ്ഥലം, ഇതൊക്കെ ഒരു ഇത് വെച്ചിട്ടേക്ക് ഇവർ പോവുക. അപ്പോൾ ഒരു നേരെ അവിടെ വെക്കാൻ പറ്റുള്ളൂ. മൂകാംബിയൻ്റെ അമ്മേൻ്റെ പ്രത്യേകത വെച്ചാൽ അമ്മേൻ്റെ അടുത്തേക്കായിട്ട് പോകണം, വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പാടില്ല. അമ്മേൻ്റെ അടുത്ത് കാണാൻ അവിടെ വളരെ സമാധാനത്തിൽ അവിടെ നിൽക്കുക. ഇനി ഒരു ദിവസം കൊണ്ട് നമുക്ക് ക്ലിയർ ആയില്ല, 2 ദിവസം നിൽക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് പൂർത്തിയാവും. പിറ്റേന്ന് നമ്മൾ പോരുമ്പോൾ എല്ലാ എനർജി കാര്യങ്ങൾ കിട്ടും. പിന്നെ നമുക്ക് ഈ കാര്യസാധ്യത്തിന് വേറൊരു പ്രത്യേകതയുണ്ട് സാറേ. ഈ നാലമ്പലത്തിൻ്റെ ചുമരുണ്ട്, സാറ് ശ്രദ്ധിച്ചിട്ടാവും. ഈ നാലമ്പലത്തിൻ്റെ ചുമരിൻ്റെ ഉള്ളിൽ നമ്മൾ ഏത് ആഗ്രഹം വിരലുകൊണ്ട് എഴുതുക ആണോ? അത് 100% 3 മാസം നടന്നിരിക്കും. അതായത് ഒരു 10-20 ആൾക്കാർക്ക് അനുഭവം ഉണ്ട് സാറേ. ഞാൻ പറഞ്ഞു കൊടുത്ത് നടന്നോ ഞാൻ ചോദിച്ചിട്ട് അവരെന്നോട് പറഞ്ഞത് നടന്നു. നാലമ്പലം എന്ന് പറയുന്നത് ഉള്ളമ്പലത്തെ പിൻഭാഗമുണ്ട്, അമ്മയിരിക്കുന്ന പിൻഭാഗം ചുമരുണ്ട്. ആ ചുമരിനുള്ള നമ്മൾ വിരല്, അതിൽ പ്രത്യേകിച്ച് നമ്മൾ ആ എഴുതുന്ന കാര്യം വിരലെടുക്കരുത്, നമ്മളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കണം. എത്ര പ്രാവശ്യം എഴുതണം? ഒരു പ്രാവശ്യം എഴുതിയാണ് നമ്മൾ കാര്യം. അത് അമ്മ കേൾക്കുന്ന. നമ്മുടെ മൂകാംബികയുടെ അകത്ത് കയറുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു ശ്രീകോവിലിന്റെ പിൻവശം എന്ന് പറയുന്നത് ഉപദേവതാ പ്രതിഷ്ഠയ്ക്ക് മുൻപ്, അതായത് നമ്മൾ ഉള്ളമ്പലം ഉദ്ദേശിക്കുന്നത്. ഉള്ളമ്പലം അത് ഒരു വിഷയം. രണ്ടാമത്തെ ഒരു വിഷയം എന്താ വെച്ചാൽ ശങ്കരാചാര്യർ ഒരു വിഗ്രഹം ബാക്കിലുണ്ട്. അതിനൊരു ഷീറ്റ് ഇട്ട് അദ്ദേഹത്തെ കൂടി തൊഴുതെങ്കിലേ പൂർണ്ണത കിട്ടുള്ളൂ. ശരി. അത് ആർക്കും അറിയില്ല, ഒരാളും ചെയ്യുന്നില്ല. അമ്മനെ കണ്ടിട്ട് പോരും. അമ്മനെ ഇരുത്തിയ ആൾ, അമ്മനെ പ്രതിഷ്ഠിച്ച ആൾ, അല്ലെങ്കിൽ അമ്മനെ അവിടെ ഉണ്ടാകാനുള്ള ഒരാളാണല്ലോ അദ്ദേഹം. അപ്പോൾ ഗുരു എന്ന് പറഞ്ഞ രീതിയിൽ അദ്ദേഹം അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തോട് പോയിട്ട് നമ്മൾ ഒരു അനുഗ്രഹവും കാര്യങ്ങൾ വാങ്ങണം. അത് അമ്മയ്ക്ക് ഏറ്റവും പ്രിയ. എന്തായാലും വളരെ സന്തോഷം. കാരണം സാധാരണ രീതിയിലുള്ള ഒരു മൂകാംബിക വിശേഷങ്ങൾക്കപ്പുറം നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റുകയും ഏറ്റവും കൂടുതൽ
പേടിക്കുകയും ഏറ്റവും കൂടുതൽ അഭിമാനപൂർവ്വം അവിടെ എത്താൻ ശ്രമിക്കുകയും എത്താൻ ശ്രമിച്ചാൽ എത്താൻ പറ്റാത്തതുമായ ഏറ്റവും വലിയ ഊർജങ്ങളിൽ ഒന്നായ ഒരു ക്ഷേത്ര ചൈതന്യമാണ് മൂകാംബിക അമ്മ എന്ന് പറയുന്നത്. മലയാളികൾ ഭയങ്കര ഇഷ്ടമാണ് അവർ. അതെ. അപ്പോൾ ഈ മൂകാംബിക ദേവി വരുന്ന സമയങ്ങളിൽ ഈ കേരളത്തിൽ എത്താൻ പറ്റാതെ അവിടെ പ്രതിഷ്ഠയാകുകയും മൂകാംബിക അമ്മയെ കേരളത്തിലുള്ള എല്ലാവരും അവിടെ ഓടി എത്തുകയും ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു ചെയ്യുകയാണെങ്കിൽ 100% ഫലമുണ്ടാവും. നന്ദി, നമസ്കാരം.